ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും മനു ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നാഷണൽ പാനാസോണിക്കിന്റെ ഒരു മോണോ ടേപ്പ് റെക്കോർഡർ കിട്ടിയിട്ടുണ്ട്. കിട്ടിയിട്ട് കുറച്ച് ദിവസമായി കുറച്ച് കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ റെഡി ആക്കിയിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച് ഇരിക്കുന്നതാണ് ടേപ്പ് റെക്കോർഡർ. 1975-80 കാലഘട്ടങ്ങളിൽ ഇറങ്ങിയ ഒരു മോണോ ടേപ്പ് റെക്കോർഡറാണ്. ഇതിൻ്റെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പം ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ നാഷണൽ പാനാസോണിക്കിൻ്റെ ടേപ്പ് റെക്കോർഡർ. ഇവിടെ നാഷണൽ പാനാസോണിക്കിൻ്റെ ഒരു ബാഡ്ജിങ് ഒക്കെ വന്നിട്ടുണ്ട്. താണ്ട മോണോ ടേപ്പ് റെക്കോർഡറാണ്. ഫ്രണ്ടിലായിട്ട് താണ്ട കാസറ്റ് ഇടാനുള്ള ഒരു പോർഷനും പിന്നെ ഒരു 6 ഇഞ്ചിൻ്റെ ഒരു സ്പീക്കറാട്ടോ വന്നേക്കുന്നത്. ഒരു ട്യൂട്ടറും വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റിയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു കൗണ്ടർ മീറ്റർ വന്നിട്ടുണ്ട്. ഈ കൗണ്ടർ മീറ്റർ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ഇപ്പം ഒരു കാസറ്റിനകത്ത് ചിലപ്പോൾ ഒരു സൈഡിൽ 5 പാട്ട് 6 പാട്ട് 8 പാട്ടൊക്കെ കാണും. അപ്പോൾ അത് എത്രാമത്തെ ഇപ്പോൾ നമുക്ക് പാട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രാമത്തെ പാട്ടാണെന്ന് ഈ കൗണ്ടർ മീറ്റർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അത് അനുസരിച്ച് ഫോർവേഡ് അടിച്ചാൽ മതി. അപ്പോൾ അതിൽ വരുമ്പോഴത്തേന് സ്റ്റോപ്പ് ചെയ്താൽ നമുക്ക് കേൾക്കാൻ പറ്റും. പിന്നെ അതിനകത്ത് ഓട്ടോ സ്റ്റോപ്പൊക്കെ ഉള്ള മോഡലാണ് കേട്ടോ. ഓൺ ടച്ച് റെക്കോർഡിംഗ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ മോഡൽ നമ്പർ എന്ന് പറയുന്നത് നാഷണൽ പാനാസോണിക്കിൻ്റെ RX1730 എന്ന് പറഞ്ഞ മോണോ ടേപ്പ് റെക്കോർഡാണ്. പിന്നെ MW സ്റ്റേഷൻ്റെ ഇതാണ് കേട്ടോ ഇത് കാണുന്നത്. ഇതിനകത്ത് ആ ഒരു സ്റ്റേഷൻ്റെ ട്യൂണിങ്ങിൻ്റെ സംഭവമാണ് കേട്ടോ ഈ കാണുന്നത് നമ്മുടെ ട്യൂണിങ്ങിൻ്റെ സംഭവമാണ് ഈ കാണുന്നത്. പിന്നെ ഇതാണ് മെക്കാനിസം. ഇത് മെക്കാനിസം RX1550 വരുന്ന സെയിം മെക്കാനിസമാണ്. നല്ല സ്ട്രോങ് മെക്കാനിസമാണ് കേട്ടോ. പിന്നെ ഇതിനകത്ത് വരുന്നത് സെലക്ടർ സ്വിച്ചാണ് മേളിൽ വരുന്നത്. അതിനകത്ത് ടേപ്പ്, റേഡിയോ, സ്ലീപ്പ്, പിന്നെ വരുന്നത് ടോൺ കൺട്രോളുണ്ട്. ടോൺ കൺട്രോളിൽ ബാസ്, ട്രബിള്, വോളിയം ആണ് വരുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ ബാൻഡ് MW, SW1, SW2. പിന്നെ നമ്മുടെ ഇതിൻ്റെ ആൻറ്റിനയാണ് വരുന്നത്. ആൻറ്റിനയും കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം സൈഡിലാണ് കേട്ടോ ട്യൂണിങ്ങിൻ്റെ നോബും. പിന്നെ ഫൈൻ ട്യൂൺ വരുന്നുണ്ട്. പിന്നെ ഇത് ആഡിയോ ഔട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് വരുന്നുണ്ട്. ആഡിയോ ഔട്ട് എടുക്കാൻ പറ്റും. പിന്നെ പവർ സോക്കറ്റ്. അപ്പോൾ നമുക്ക് ഇതിലൊരു കാസറ്റ് പ്ലേ ചെയ്ത് നോക്കാം. അതാണ്ട് ഒരു കാസറ്റ് ഉണ്ട്. ഇത് മാക്സലിൻ്റെ പഴയ മോഡൽ കാസറ്റാണ്. ഇതിൽ റേഡിയോ ശബ്ദരേഖയൊക്കെയാണ് റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കിയാലോ. അതെന്താ, പവിത്രൻ സാധാരണക്കാരനായ രോഗിയല്ലേ? എന്റെ രോഗം എനിക്ക് അത്ര വലിയ പ്രശ്നമല്ല സിസ്റ്റർ. അല്ലെങ്കിൽ തന്നെ ശരീരത്തിൽ വരുന്ന അസ്വസ്ഥതകളൊക്കെ എത്രയോ നിസ്സാരമാണ്. മനസ്സിന്റെ വിഷമങ്ങളല്ല സിസ്റ്ററെ വലുത്. അതേക്കുറിച്ചൊന്നും എനിക്കറിഞ്ഞുകൂടാ. പവിത്രൻ എന്താ അത്ര വലിയ പ്രശ്നങ്ങൾ? തോന്നുമ്പോഴൊക്കെ നാട്ടിൽ പോകാൻ പറ്റാത്തതായിരിക്കും, അതല്ലേ പ്രശ്നം? നാട്ടിൽ പോകാൻ എനിക്ക് തോന്നാറേ ഇല്ല സിസ്റ്ററെ, അതാ സത്യം. അതുകൊള്ളാം. നാട്ടിൽ പോയി 2 മാസം നിന്ന് ബന്ധുക്കളെയും പഴയ സുഹൃത്തുക്കളെയൊക്കെ കണ്ടിട്ട് വന്നാ പിന്നെ ഇവിടെ 2 വർഷം ആ ഓർമ്മകളുമായി സുഖമായി കഴിയാം. ആമ്പല്ലൂരമ്പലത്തിൽ ആറാട്ട് ആദിന്നിലാരെഴുതി കാർമികക്കൂത്ത് ആമ്പല്ലൂരം. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. ഇത് കണക്കുള്ള വ്യത്യസ്തമായ കുറേ ടേപ്പ് റെക്കോർഡറുകൾ ഇനിയും നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പം അതൊക്കെ വരും ദിവസങ്ങളിൽ ഓരോ വീഡിയോ ആയിട്ട് ചെയ്തിടുന്നതായിരിക്കും.
അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പം അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അതുവരെക്കും എല്ലാവർക്കും ബൈ, സീ യു, താങ്ക് യു ഫോർ വാച്ചിങ്.